ആർക്കെ നമ്മുടെ ഓഫ് റോഡ് കിങ്സ് എന്ന ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ എന്തെല്ലാം അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം? അതിന് ബേസിക് ആയിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു ഓഫ് റോഡ് ഒരു 4-wheel ഡ്രൈവ് വണ്ടി വേണം. അത് ഏതായാലും മതി, ഇറ്റ് ഷുഡ് ബി എ 4-wheel ഡ്രൈവ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അല്ലെ ഫേസ്ബുക്കും ഉണ്ട്, അതുവഴി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ആഡ് ചെയ്യും. സോ ഈവൻ ഇഫ് ഇറ്റ് ഇസ് സീറോ ഡ്രൈവേഴ്സ്, നോ പ്രോബ്ലം. വി ഹാവ് ഫ്രം സീറോ, നമുക്ക് സീറോയിൽ തൊട്ട് ഏത് ലെവലിലേക്കുള്ള ഡ്രൈവ്സിനുള്ളതും കോൺവോയ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺവോയ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറൈനിൽ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കും സ്റ്റാർട്ടിങ് മുതൽ ആൾക്കാർക്ക്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇന്നിപ്പോ യുഎൽ കിട്ടുന്ന 4-wheel ഏറ്റവും ചീപ്പുള്ള വണ്ടി ഏതാണ്? ഏത് വണ്ടി വെച്ചിട്ട് തുടങ്ങാൻ പറ്റും? അത് നമുക്ക് ബേസിക് ആയിട്ട് ഈവൻ 95, ചിറോക്കി, ജീപ്പ് TJ, പാത്ത് ഫൈൻഡേഴ്സ്, പഴയ മോഡൽ ഏത് വണ്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ലെവൽ വരെ നമുക്കത് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു ന്യൂബി പ്ലസ് ലെവൽ വരെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഹോബി ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ മാത്രം അവർ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇനിഷ്യലി ഇപ്പൊ ഏതൊരു വണ്ടി ഉണ്ടെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈസി ആയിട്ട്. അതായത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് സാധാരണ നോർമൽ ഒരു 2 ഡോർ പ്രാഡോ അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ ഏറ്റവും ബേസ് ആയിട്ട് ആ വണ്ടി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സ്കിഡ് പ്ലേറ്റ് പ്രൊട്ടക്ഷൻ വേണം. പിന്നെ നമുക്ക് ഫ്ലാഗ്, ബേസിക് ആയിട്ടുള്ള വോക്കി ടോക്കി, പിന്നെ ടയർ ഡിഫ്ലേഷൻ, അത് അത്രമാത്രം സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ലെവലിൽ ഡ്രൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ.